ഓം അമൃതേശ്വരി നമഃ. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം അർജുന വിഷാദയോഗത്തിലെ 41-ാമത്തെ ശ്ലോകമാണ് ഇത്. അല്ലയോ കൃഷ്ണ, അധർമ്മം ബാധിക്കുമ്പോൾ കുലമഹിമയുള്ള സ്ത്രീകൾ നശിക്കാനിടവരുന്നു. വൃഷ്ണു വംശജനായ ശ്രീ ഭഗവാനെ, ഒരു കുലത്തിലെ സ്ത്രീക്ക് പതനം സംഭവിച്ചാൽ അതോടെ വർണ്ണസങ്കരം സംഭവിക്കാനും ഇടവരുന്നു. ഇതാണ് ഈ വരികളുടെ സാമാന്യ അർത്ഥം. ശ്രീമദ് ഭഗവത്ഗീതയിലെ അധ്യായം 1 അർജുന വിഷാദയോഗമാണ്. രണഭൂമിയിൽ തൻ്റെ ബന്ധുമിത്രാദികളെ എതിർഭാഗത്ത് കണ്ട അർജുനൻ തളരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് സംഘർഷഭരിതമാകുന്നു. ആ വ്യാകുലതയിൽ നിന്നുയർന്ന സംശയങ്ങൾ അദ്ദേഹം തൻ്റെ തേരാളിയും ആത്മമിത്രവുമായ ശ്രീകൃഷ്ണ ഭഗവാനെ അറിയിക്കുന്നു. ഈ വരികളിൽ അർജുനൻ ഭഗവാനെ വാർഷ്ണ്യ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. വൃഷ്ണികുലത്തിൽ പിറന്നവനാണ് വാസുദേവൻ. അതിനാൽ കുലം നശിച്ചാൽ ബാക്കി ഒന്നും തന്നെ അവശേഷിക്കില്ല എന്ന് ശ്രീകൃഷ്ണൻ അറിയാം. അതിനാലാണ് അർജുനൻ കുലക്ഷയത്തെക്കുറിച്ച് ആവർത്തിച്ചാരായുന്നത്. സ്ത്രീ കുടുംബത്തിൻ്റെ വിളക്കാണ്. കുഞ്ഞിന് ജന്മം നൽകി നാളെ സമൂഹത്തിന് ഒതുങ്ങുന്ന മാതൃകയാക്കി മാറ്റാൻ സഹായിക്കുന്നത് അവൻ്റെ അമ്മയാണ്. എന്നാൽ കുലമഹിമയുള്ള സ്ത്രീകൾക്ക് മൂലച്യുതി സംഭവിക്കുന്നത് വഴി വർണ്ണമിശ്രം സംഭവിക്കുന്നു. അതോടെ കുലധർമ്മങ്ങൾ നശിക്കുന്നു. തുറന്ന സ്ഥലത്ത് വയ്ക്കുന്ന ബലിപിണ്ഡം കാക്കകൾ തിന്നുവാൻ വേണ്ടി കൂട്ടമായി വരുന്നത് പോലെ ധർമ്മം ക്ഷയിച്ച കുലങ്ങളിൽ അധർമ്മം, നീച്ച ചിന്താഗതി, ദുഷ്കർമ്മങ്ങൾ എന്നിവ ഉടലെടുക്കുന്നു. അമ്മ രാമായണത്തിലെ ചില ഭാഗങ്ങൾ സത്സംഗത്തിൽ പറഞ്ഞു തരാറുള്ളത് ഓർമ്മ വരികയാണ്. ശ്രീരാമദേവൻ ഗർഭിണിയായ തൻ്റെ പത്നി സീതാദേവിയെ ഉപേക്ഷിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ വ്യക്തിധർമ്മത്തേക്കാൾ ശ്രീരാമദേവൻ പ്രാധാന്യം നൽകിയത് രാജ്യധർമ്മത്തിനും കുലധർമ്മത്തിനുമായിരുന്നു. വികാരധീനനായി തളർന്നുപോയ അർജുനന് ഭഗവാൻ തക്ക സമയത്ത് ധർമ്മോപദേശം നൽകിയതുകൊണ്ട് തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിഞ്ഞ് യഥാസമയം പ്രവർത്തിക്കാൻ കഴിഞ്ഞതായി നമുക്ക് കാണാം. അർജുനൻ്റെ ഈ വ്യാകുല ചിന്തകൾ മനുഷ്യ മനസ്സിൻ്റെ പ്രതീകമാണ്. ശരിയേത് തെറ്റേത് എന്നറിയാതെ മനസ്സ് സംഘർഷഭരിതമാകുമ്പോൾ നേരായ മാർഗം കാട്ടിത്തരാൻ നമുക്കൊരു ഉത്തമ സുഹൃത്തിനെ ആവശ്യമാണ്. ആ വഴികാട്ടിയാണ് മഹാഭാരത ഇതിഹാസം കടഞ്ഞാൽ കിട്ടുന്ന അമൃതമായ ഭഗവത്ഗീത. ജ്ഞാനം നേടാൻ ഗുരുകൃപ അത്യാവശ്യം. അങ്ങനെ ഗുരുകടാക്ഷത്താൽ നേടിയ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ വേണ്ട സമയം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അമൃതവാണിയായ ഗീതാ തത്വങ്ങൾ ഉൾക്കൊണ്ട് അത് നമ്മുടെ സ്വജീവിതത്തിൽ മാർഗദർശിയാക്കാൻ അമ്മയുടെ കൃപ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. ഓം അമൃതേശ്വരിയേ നമഃ.